അങ്ങനെ അതാ നാട് വിട്ടു മറ്റൊരു നാട്ടിലേക്ക് പോയി. അവിടെ ചെന്നുകൊണ്ട് പല ജോലിയിലും ഈ പയ്യനേർപ്പെട്ടു. ആള് വലുതായി പോയി, പലവിധ ബിസിനസ്സും നടത്തുന്നുണ്ട്. അങ്ങനെ അതാ മത്സ്യ കച്ചവടം നടത്താൻ തുനിഞ്ഞു. അതാ കടലിൽ നിന്ന് വിലയേറിയ മത്സ്യങ്ങളെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് മാർക്കറ്റിൽ വലിയ വിലക്ക് വിറ്റുകൊണ്ട് ആ മനുഷ്യനതാ വലിയ സമ്പാദ്യം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്തതാ അദ്ദേഹത്തിനൊരു വലിയ മത്സ്യം കിട്ടി. ആ മത്സ്യം കിട്ടിയപ്പോ അത് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ മത്സ്യത്തെ അങ്ങ് കീറി മുറിച്ചു നോക്കുമ്പോ അതിന്റെ വയറ്റിൽ നിന്ന് നല്ലൊരു മുത്ത് കിട്ടി. കോടികൾ വിലമതിക്കുന്ന, കോടികൾ വിലപിടിപ്പുള്ള ഒരു മുത്തങ്ങ് കിട്ടിയപ്പോൾ അതായി മനുഷ്യൻ വലിയ കോടീശ്വരനായി പോയി, വലിയ സമ്പന്നനായി. വർഷങ്ങളേറെ പിന്നിട്ടു പോയി. അങ്ങനെ കോടീശ്വരനായി മനുഷ്യനെന്ത് ചെയ്തെന്നോ, ഞാൻ നേരത്തെ നിന്നിരുന്ന നാട്ടിലേക്കൊന്ന് പോയി നോക്കട്ടെ, എന്നെ ഇപ്പാരും അറിയില്ലല്ലോ, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് കരുതി നേരത്തെ കൊല നടത്തി രക്ഷപ്പെട്ട നാട്ടിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടെ ചെന്നുകൊണ്ട് അമ്പരച്ചുംബിയായൊരു കൊട്ടാരം പണിതു, ഒരു വലിയ വീട് പണിതു, ഒരു കൊട്ടാരം പണിതു. അതിൽ സുന്ദരമായി ജീവിക്കാൻ വേണ്ടി ഏറ്റവും സൗന്ദര്യവതിയായൊരു പെണ്ണിനെ കെട്ടണം. അത്തരത്തിലൊരു സൗന്ദര്യവതിയായൊരു പെണ്ണി നാട്ടിലുണ്ടോ എന്ന് അന്വേഷിക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു, അതെ, അവിടെ ഇന്നാലിന്നൊരു പെണ്ണുണ്ട്, സുന്ദരിയാണ്, സുമുഖിയാ. അങ്ങനെ ആ സ്ത്രീ, ഈ മനുഷ്യൻ എനിക്ക് ഏറ്റവും നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ വിവാഹം ചെയ്യണം, അത്തരത്തിലുള്ളൊരു സുന്ദരിയായ പെണ്ണ് ഇവിടെ എവിടെങ്കിലും താമസമുണ്ടോ? അന്വേഷിച്ചപ്പോ ആളുകൾ വിവരം കൊടുത്തു, അതെ, ഒരു സുന്ദരിയായ പെണ്ണിതാ ഇന്നാലിന്ന വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ചെന്ന് പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു പോയി. ആ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ സുന്ദരിയായ പെണ്ണുമായി ആദ്യ രാത്രി ഒരുമിച്ച് കൂടുമ്പോ ഭർത്താവിന്റെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളും ഭാര്യയോട് പങ്കുവെക്കാറില്ലേ? ഭാര്യയുടെ ജീവിതത്തിന്റെ പല താളുകളും ഭർത്താവിനോടും പങ്കുവെക്കാറില്ലേ? അക്കൂട്ടത്തിൽ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ വളരെ ചെറുപ്പത്തില് ഈ നാട്ടിൽ താമസിച്ചവനാ, ഞാൻ ഇവിടെ ഒരു പെണ്ണിന്റെ അടിമയായി ജോലി ചെയ്തവനാ. അങ്ങനെ ആ സഹോദരി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. അങ്ങനെ പ്രസവ വേദന വന്നപ്പോ തന്നെ എന്നോട് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അങ്ങനെ ഞാൻ അടുത്ത വീട്ടിലേക്ക് വെള്ളം പാകം ചെയ്യാൻ, ചൂടാക്കാനുള്ള തീ ശേഖരിക്കാൻ പോകുമ്പോ ഒരു മഹാൻ എന്നോട് സംസാരിച്ചു പോയി. ആ പെൺകുഞ്ഞ് ലോക സുന്ദരിയായ ഒരു പെൺകുഞ്ഞായി മാറും. ആ പെൺകുട്ടി 100 പുരുഷന്മാരുമായി വ്യഭിചാരത്തിലേർപ്പെടും എന്നു മാത്രമല്ല, അവസാനം ആ പെണ്ണ് ചിരന്തി വിഷമേറ്റു മരിച്ചു പോകും. ഇത്രയും ഈ മഹാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി തന്റെ ഭാര്യയായ സുന്ദരിയോടൊന്ന് പങ്കുവച്ചപ്പോ ആ പെണ്ണ് ചോദിക്കുന്നു, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? അതെ, ഇതൊക്കെ സത്യമാണെന്ന് പറഞ്ഞപ്പോ ആ സുന്ദരിയായ പെണ്ണ് തന്റെ വസ്ത്രമങ്ങു മാറ്റിയിട്ട്, ഇതാ നിങ്ങളന്ന് കുത്തിപ്പിളർത്തിയ മുറിയുടെ പാടുകളാണ് കേട്ടോ, നിങ്ങളങ്ങ് വയറ് കുത്തി കൊല്ലാൻ ശ്രമിച്ച ആ പെണ്ണില്ലേ, ആ പെണ്ണ് ഞാനാ.
ഇതാ എന്റെ വയറ് വികൃതമായത് കണ്ടോ? അന്ന് നിങ്ങൾ കുത്തിപ്പിളർത്തി നാട് വിട്ട സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ആ പെണ്ണ് ഞാനാ എന്ന വാർത്തയങ്ങ് കേട്ടപ്പോ ഈ കുട്ടി അന്നേ വയറ് കുത്തിപ്പിളർത്തി മരിച്ചുപോയിട്ടുണ്ടെന്നാണ് ഈ മനുഷ്യൻ വിചാരിച്ചത്. അത്ഭുതത്തോടെ അയാൾ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, 100 പുരുഷന്മാരുമായി നീ വ്യഭിചരിച്ചിട്ടുണ്ടോ? ആ സമയത്ത് സുന്ദരിയായ പെണ്ണ് പറയുന്നത്, ഒരുപാട് പുരുഷന്മാർക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്, പക്ഷേ എത്ര എണ്ണമാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോഴാണ് ആ മനുഷ്യൻ ചോദിക്കുന്നത്, പറയുന്നത്, എങ്കി പെണ്ണേ, നിന്നെ വളരെ സുരക്ഷിതമായി ഞാൻ സൂക്ഷിക്കും. കാരണം ആ പെണ്ണ് നീയാണെങ്കിൽ നീ ചിരന്തി വിഷമേറ്റു മരിച്ചു പോകുമെന്ന മഹാൻ പ്രവചിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചിരന്തിയുടെ വിഷം നിനക്ക് ഏറ്റുകൂടാ, ഒരു പ്രാണിയുടെയും ശല്യം നിനക്ക് വന്നുകൂടാ. ആ കൊട്ടാരത്തിലെ ഒരു റൂം, ഒരു വിശാലമായ റൂമതാ എല്ലാവിധ സംവിധാനത്തോടുകൂടെ സംരക്ഷണം ഒരുക്കുകയാണ്. ഒരു പ്രാണിക്ക് പോലും കയറാൻ വയ്യാതെ, ഒരു ചിരന്തി പോലും വരാൻ വഴിയില്ലാതെ ആ റൂം അങ്ങ് ഭദ്രമാക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ. ഏത് സുരക്ഷിതമായ റൂമിൽ കഴിഞ്ഞാലും, എത്ര കെട്ടുറപ്പുള്ള ബിൽഡിംഗിൽ നിന്നാലും, റബ്ബ് നിനക്ക് കണക്കാക്കിയ മരണം നിന്നെ തേടി വരും കേട്ടോ. അങ്ങനെയെല്ലാം ഭദ്രമാക്കി അങ്ങടച്ചുകൊണ്ട് ഇവരങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോ അതാ രണ്ടുപേരും ഒരു ദിവസം കട്ടിലിൽ കിടക്കുന്ന സമയത്ത് മേലോട്ടങ്ങ് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതാ മുകളിൽ ഒരു ചിരന്തിയെ കാണുന്നു. ഈ ചിരന്തി തന്നെയായിരിക്കുമോ എന്റെ ഘാതകനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ത്രീ അതാ പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് ആ ചിരന്തിയെ താഴോട്ട് തട്ടിയിടുകയാണ്. കാരണം ചിരന്തി വിഷമേറ്റു മരിക്കുമെന്നല്ലേ പറഞ്ഞത്, അതിവിടെ സംഭവിച്ചുകൂടാ. അങ്ങനെ ആ ചിരന്തിയെ താഴോട്ടിട്ടിട്ട് താൻ ധരിച്ചിരുന്ന ആ ചെരുപ്പില്ലേ, ആ ചെരുപ്പെടുത്ത് ചിരന്തി അങ്ങറ്റടിക്കങ്ങ് കൊന്നു കളഞ്ഞു. ആ സമയത്തതാ ആ ചിലന്തിയുടെ വിഷത്തിൽ നിന്നൊരൽപ്പം ആ സ്ത്രീയുടെ കാൽവിരലിലേക്ക് തെറിച്ചുപോയി. ആ വിഷം സ്ത്രീയിലേക്ക് അങ്ങ് കയറിപ്പോയി. ദിവസങ്ങൾ ബാക്കിയായപ്പോൾ, ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ആ കാലിന്റെ വിരലതാ പഴുത്തുപോയി, കാല് പഴുത്തുപോയി, ശരീരമാസകലം വിഷം കേറി ആ പെണ്ണങ്ങു മരണപ്പെട്ടുപോയി. എത്ര സുരക്ഷിതമായി നമ്മൾ താമസിച്ചാലും ശരി, നമുക്കല്ലാഹു നിശ്ചയിച്ച സമയം വരുമ്പോ, നമുക്കല്ലാഹു നിശ്ചയിച്ച ടൈം വരുമ്പോ, അതേ നമ്മുടെ അവസാനം അന്ന് തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിർത്തുന്നു. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്കൊക്കെ മരിച്ചു പോകണമല്ലോ. സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട്, ആരോടും പകയില്ലാതെ, ആരോടും ദേഷ്യമില്ലാതെ, ആരോടും ശത്രുതയില്ലാതെ ഒരു സ്നേഹത്തിൽ വർത്തിക്കുകയല്ലേ നമ്മൾ വേണ്ടത്. നമ്മളിങ്ങനെ ദേഷ്യം പിടിച്ചു നടക്കുമ്പോ എപ്പോഴാണ് നമ്മുടെ മരണം വരിക എന്ന് നമുക്കറിയില്ല. ഞാൻ ചുരുക്കുന്നു, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഒരു വേള ജിബ്രീൽ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് സംസാരിക്കുകയാണ്. ആ സമയത്തൊരു മനുഷ്യൻ മുന്നിലൂടെ അങ്ങ് പാസ് ചെയ്തപ്പോ അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, ദാവൂദ് നബിയേ, ആ മനുഷ്യനിന് ദുനിയാവിൽ 6 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. 6 ദിവസം കൊണ്ട് ആ മനുഷ്യൻ മരിച്ചു പോകും.
എന്ന് പറഞ്ഞപ്പോ ദാവൂദ് നബി അലൈഹിസ്സലാം അത് മനസ്സിലാക്കി. പക്ഷേ 6 വർഷം കഴിഞ്ഞതിന്റെ ശേഷം ദാവൂദ് നബിയുടെ മുന്നിൽ ഈ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, അസ്രായീൽ അലൈഹിസ്സലാമിന് ഒരാളും പിഴക്കുകയില്ല. റൂഹ് പിടിക്കേണ്ട യഥാ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കും. പക്ഷേ 6 വർഷം കഴിഞ്ഞപ്പോ ഈ മനുഷ്യനെ കണ്ടു ദാവൂദ് നബി അത്ഭുതപ്പെട്ടു. അതാ വരുന്നു അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, അസ്രായീലേ, 6 ദിവസം കഴിഞ്ഞു മരണപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ മനുഷ്യനാണിത്. 6 വർഷം പിന്നിട്ടിട്ടും മരണപ്പെട്ടിട്ടില്ലല്ലോ. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി, ദാവൂദ് നബിയേ, മുറിഞ്ഞു കിടക്കുന്ന ഒരു കുടുംബ ബന്ധം ആ മനുഷ്യനങ്ങ് ചാർത്തിപ്പോയി നബിയേ. ബന്ധമില്ലാതെ അച്ചുപോയിരുന്ന, മിണ്ടാതിരുന്ന, ബന്ധമില്ലാതിരുന്ന ഒരു കുടുംബ ബന്ധം അയാള് ചാർത്തി നന്നാക്കി പോയി നബിയേ. അതുകൊണ്ട് 20 വർഷവും കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മനുഷ്യനിക്ക് ദീർഘായുസ് കൊടുത്തതാണ് നബിയേ. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു കുടുംബ ബന്ധം ചാർത്തിയതിന്റെ പേരിൽ 20 വർഷത്തെ ദൈർഘ്യം അല്ലാഹു നൽകിയെങ്കിൽ, ഓ മുത്തു മുഅ്മിനീങ്ങളെ, നമ്മളിങ്ങനെ പരസ്പരം പോരടിച്ചുകൊണ്ട്, നമ്മളിങ്ങനെ അസൂയയും കുശുമ്പും കാണിച്ചുകൊണ്ട്, എല്ലാവരോടും ശത്രുത കാണിച്ച് ജീവിക്കുമ്പോ എപ്പോഴാണ് നമ്മുടെ മരണം നമ്മെ കാർന്നു തിന്നുക നമുക്കറിയില്ല. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ.